വെന്റിലേറ്റർ എത്രാമത്തെ ചാപ്റ്ററാ വരുന്നത്? ചാപ്റ്റർ 30 ആണ്. 13. നെക്സ്റ്റ് ചാപ്റ്റർ എന്താണ്? Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. ഇപ്പൊ ഒരു സാറ്റർഡേ ഒക്കെ കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുതിയൊരു വീട്ടിലോട്ട് പോവുകയാണ് അല്ലെ. അപ്പോ ഈ 2 ദിവസം എന്ത് ചെയ്തു? അടിച്ചു വിളിച്ച് നടക്കിയിരുന്നോ? എന്തെങ്കിലുമൊക്കെ വായിച്ചായിരുന്നോ? വായിച്ചോ? അല്ലെങ്കിൽ വായിച്ചു. സൺഡേ ഒക്കെ അല്ലേ? ആണോ? വായിച്ചു. ഓക്കെ. അപ്പൊ നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങുന്നത്. നിങ്ങൾ ചാപ്റ്ററിന്റെ അത് ചിലപ്പോ നിങ്ങളുടെ ഇതിനകത്ത് 27 ആയിരിക്കില്ല. 27 തന്നെയാണോ ചാപ്റ്റർ? അല്ല മാം, 13. 30 ആണ്. കുഴപ്പമില്ല. നമ്മൾ ആ ചാപ്റ്ററിന്റെ പേര് മാത്രം നോക്കിയാൽ മതി, നമ്പർ നോക്കിണ്ട, കുഴപ്പമില്ല കേട്ടോ. അപ്പോ വെന്റിലേറ്റർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ ലേബർ റൂം എന്താണെന്ന് കണ്ടു. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഫുൾ ആയിട്ട് നമ്മൾ ലേബർ റൂമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അല്ലെ എല്ലാവരും പഠിച്ചതാണ് എന്റെ വിശ്വാസം. നിങ്ങളും പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാം? പഠിക്കാം. അത്യാവശ്യം എന്താണ് ഒരു ലേബർ റൂം ഒരാൾ ചോദിച്ചാൽ പറയാൻ കഴിയുമല്ലോ? കഴിയില്ലേ? കഴിയും എല്ലാവർക്കും അല്ലെ? ഒന്നും അറിയാത്ത ഒരാൾ വന്ന് നിങ്ങളോട് എന്താണ് ലേബർ റൂം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ നിന്നൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചെങ്കിലും പറയാൻ സാധിക്കും അല്ലെ. അത് നമ്മൾ ആ ഒരു ചാപ്റ്റർ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചാപ്റ്റർ ആണ് വെന്റിലേറ്റർ അല്ലെ. നമ്മൾക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് വെന്റിലേറ്റർ എന്ന് പറഞ്ഞത് അല്ലെ. കുറച്ച് എന്താ പറയാ ഒത്തിരി സങ്കടമായിട്ടുള്ള കാര്യമാണ് ഒരു വെന്റിലേറ്ററിൽ ചികിത്സിക്കുന്ന എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എന്താണ് ഒരു വെന്റിലേറ്റർ? നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാവുന്നത് വെന്റിലേറ്ററിനെ കുറിച്ച്? ഒരാളെന്ന് പറയാമോ? ഒരാള് പറയൂ. പറഞ്ഞോ. എനിക്ക് ഒരാൾ ഫാത്തിമ പറഞ്ഞോ. ഫാത്തിമ അല്ലേ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം? ഓക്കെ. കൃത്രിമ ശ്വാസം കൊടുക്കുന്നതാണ് ക്രിറ്റിക്കലായ പേഴ്സൺസിന്. ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഴ്സൺസിന് കൃത്രിമ ശ്വാസം കൊടുക്കുന്ന ഇതാണ്. ഓക്കെ. പിന്നെ ട്രോമ പേഷ്യൻസ് ഒക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശ്വാസത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പും ആയിക്കോട്ടെ, ശ്വാസത്തിന് ബുദ്ധിമുട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് പേഷ്യന്റിനും കൊടുക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വെന്റിലേറ്റർ.
വെന്റിലേറ്റർ. ഓക്കെ, പിന്നെ വേറെ ആർക്കെന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് വെന്റിലേറ്റർ? ബ്രീത്തിങ്, സ്വന്തമായി ബ്രീത്തിങ് എടുക്കാൻ പറ്റാതെ വരുന്ന പേഷ്യന്റിനും ഇത് പ്രൊവൈഡ് ചെയ്യും വെന്റിലേറ്റർ. പ്രൊവൈഡ് ചെയ്യും അല്ലെ. നമുക്കറിയാം അത്രയ്ക്ക് മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് പേഷ്യന്റിനെ നമ്മൾ ഇപ്പോ ഐസിയുയിൽ കിടക്കുന്ന ഒരു പേഷ്യൻസിനെ ചിലപ്പോൾ അവിടുന്ന് കുറച്ചും കൂടി എന്താണ് ആ ഒരു അസുഖം വഷളാകുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് പറയും അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോയിന്റ്സിൽ ഒരേ ഒരു പോയിന്റ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. എന്തായിരുന്നു അത്? ശ്വാസതടസ്സം. ബ്രീത്തിങ് അല്ലെ. സ്വയം ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥ ഈ ഒരു മെഷീനിന്റെ സഹായത്തോടു കൂടി ശ്വസിക്കുന്നു അല്ലെ. ചിലപ്പോ നമുക്കറിയാം ചില പേഷ്യൻസിന് 1-2 ദിവസമൊക്കെ വെന്റിലേറ്ററിൽ മീൻസ് ആൾക്ക് വേറെ റെസ്പോൺസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോ വെന്റിലേറ്ററിൽ ഇപ്പോൾ അഡ്മിറ്റ് ആക്കി വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ ആ ഒരു മെഷീന്റെ സഹായത്തോടു കൂടി മാത്രമായിരിക്കും ബ്രീത്ത് ചെയ്യുന്നത് അല്ലെ. ചിലപ്പോ അത് നോർമലി കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയി സ്വയം ശ്വസിക്കാനുള്ള ഒരു ഇത് കിട്ടും. പക്ഷെ ചില പേഷ്യൻസിന് അപ്പോഴും അത് റിക്കവർ ചെയ്യാൻ പറ്റാതെ ആകും അല്ലെ. പറ്റാതെ വരുമ്പോഴാണ് ചിലപ്പോൾ ഡോക്ടേഴ്സ് ചോദിക്കും അല്ലെ, പുറത്തുള്ള പരിസ്ഥാനത്തോട് ചോദിക്കും എന്താ ചെയ്യേണ്ടത്, അങ്ങനെ വെന്റിലേറ്ററിൽ തന്നെ തുടരണോ അല്ലെങ്കിൽ വെന്റിലേറ്റർ മാറ്റണോ എന്ന് അല്ലെ. ചിലപ്പോൾ അപ്പം മരണം സംഭവിക്കും. കാരണം ആൾക്ക് സ്വയം ശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ചില പേഷ്യൻസ് വെന്റിലേറ്ററിൽ നിന്നും റിക്കവർ ആയിട്ടുണ്ട് അങ്ങനെ ഐസിയുയിലേക്ക് മറ്റും മാറിയിട്ട് രക്ഷപ്പെടാറുണ്ട്. പക്ഷെ ചിലർക്ക് ഇതുപോലെ തന്നെ റിക്കവർ ചെയ്യാൻ സാധിക്കില്ല അല്ലെ. അപ്പോ നമ്മൾ പറഞ്ഞു വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബ്രീത്തിങ്ങിന് സ്വയം കൃത്രിമ ശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ ആ ഒരു സംവിധാനങ്ങളോട് കൂടിയതാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. പിക്ചർ കാണുന്നുണ്ട് എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇതാണ് ഒരു വെന്റിലേറ്റർ കേട്ടോ. ഒരു ഹോസ്പിറ്റലിലുള്ള ഒരു വെന്റിലേറ്റർ റൂം എന്ന് പറയുന്നതാണ് പിക്ചറിൽ കാണുന്നത് അല്ലെ. പേഷ്യന്റിന് കിടക്കുന്ന ഒരു ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. ദെൻ എന്താ ഓക്സിജൻ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. പലതരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള എന്താണ് എക്യുപ്മെന്റ്സുകൾ അല്ലെ. മോണിറ്ററിംഗ് ഉണ്ട്, അതുപോലെ എക്യുപ്മെന്റ്സുകളുണ്ട്. ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളും അടങ്ങിയതാണ് ഒരു വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ആണോ? പിക്ചർ ക്ലിയർ അല്ലേ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? പിക്ചർ ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ നമുക്കറിയാം ഇങ്ങനെ വെന്റിലേറ്ററിന്റെ ഉള്ളിലേക്ക് വേറെ മറ്റാർക്കും അലൗഡ് അല്ല അല്ലെ. ആ ഒരു പേഷ്യന്റും ആ ഒരു മീൻസ് നഴ്സിംഗ് സ്റ്റാഫ് ഒക്കെ ആയിരിക്കും അതിനുള്ളിലുള്ളത്. നമുക്ക് പുറമേന്ന് മറ്റൊരാളെ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാറില്ല അല്ലെ പൊതുവെ. സോ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോ ഇതാണ് ഒരു വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. എക്യുപ്മെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ശ്വാസം നൽകാനായിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. ഓക്കെ ആണല്ലോ? വെന്റിലേറ്ററിന്റെ ഏകദേശം പിക്ചർ മനസ്സിലായോ? ഓക്കെ. നമ്മൾ സ്ക്രീൻ ക്ലിയർ ആണോ? ചാപ്റ്റർ ക്ലിയർ ആണോ? ഓക്കെ. നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. എന്താണ് അപ്പൊ നമ്മൾ വെന്റിലേറ്ററിന്റെ ഒരു പിക്ചർ കണ്ടു. നിങ്ങൾ പറഞ്ഞു ശ്വസിക്കാനായിട്ട് ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെന്റിലേറ്ററിലേക്ക് കിടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ വായിക്കാം. Introduction. A medical ventilator is an equipment that assists the lungs work. It can be life-saving machine if the patient is in condition that makes it hard to breathe properly or when cannot breathe at all. A ventilator helps to pump air in and out of the lungs to the body, can get the oxygen it requires. The patient may wear a breathing mask to help get oxygen from the ventilator into the lungs. Or if the patient condition is more critical, a breathing tube may be pressed down to the throat to supply lungs with the oxygen. അല്ലെ. അപ്പൊ നോക്കാം. ഈ മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ്. ഒരു മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു എക്യുപ്മെന്റ് ആണ് അല്ലെ, ഒരു ഉപകരണമാണ്.
ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്, ലങ്സിന്റെ ശ്വാസകോശത്തിന്റെ വർക്കിനെ സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എ ലൈഫ് സേവിംഗ് മെഷീൻ, അല്ലെ, നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ എന്താ ജീവൻ വീണ്ടെടുക്കുന്ന ഒരു ഉപകരണമാണ്, അല്ലെ. നമ്മൾ പറഞ്ഞു ശ്വസിക്കണം, അല്ലെ, നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ശ്വസിച്ചേ പറ്റൂ. സോ ശ്വസിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ നമ്മൾ സജ്ജമാക്കുന്നത്. സോ അതൊരു ലൈഫ് സേവിംഗ് മെഷീൻ ആണ്. Is the patient in a condition that makes it hard to breathe properly or when cannot breathe at all, അല്ലെ, ചിലപ്പോ പേഷ്യൻസിന് ഒട്ടും തന്നെ എന്താ ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ആ ഒരു ശ്വാസം വീണ്ടെടുക്കാനോ അല്ലെങ്കിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ ഇതൊരു ജീവൻ രക്ഷ യന്ത്രമായി മാറും, അതായത് ജീവൻ നിലനിർത്തുന്ന ഒരു എക്യുപ്മെന്റ് ആണെന്ന്. Then a ventilator helps to pump air in and out of lungs so the body can get the oxygen it requires. അപ്പോ ഇത് നമ്മൾ ഇങ്ങനെ ഒരു ബ്രീത്തിങ്ങിനെ ഈ ഒരു മീൻസ് ആ ഒരു എക്യുപ്മെന്റ് കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വെന്റിലേറ്ററിലൂടെ വായുവിനെ നമുക്ക് എയറിനെ പമ്പ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് ശ്വാസകോശത്തിനകത്തേക്കും പുറത്തേക്കും എയറിനെ പമ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ശരീരത്തിന് ഗെറ്റ് ദ ഓക്സിജൻ ഇറ്റ് റിക്വയർസ്, അല്ലെ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ പ്രദാനം ചെയ്യാനും സാധിക്കുന്നു. The patient may wear a befitting mask, means നല്ലൊരു ഫിറ്റിംഗ് ആയിട്ടുള്ള മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് മാസ്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓക്സിജൻ വെന്റിലേറ്ററിൽ കിടക്കുന്നത്, അല്ലെ. നമുക്കറിയാം ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ ഓക്സിജൻ ഒക്കെ വെച്ച് ഇങ്ങനെ കിടക്കണായിരിക്കും, ഇല്ലേ. നിങ്ങൾ ഏതെങ്കിലും ഫിലിമിലോ മറ്റും നമുക്ക് നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, കാരണം അലൗഡ് അല്ല, അല്ലെ. നമുക്ക് അങ്ങനെ പേഷ്യന്റ് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ പുറത്തുനിന്നും അലൗഡ് അല്ല. ഓക്കെ, ഒരാൾ നേരിട്ട് കയറിയിട്ടുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ഞാൻ ക്ലാസ് ചോദിക്കാം കേട്ടോ. അപ്പോ എന്താ ഒരു ടൈറ്റ് ആയിട്ടുള്ള മാസ്ക് ഒക്കെ വെച്ചിട്ടായിരിക്കും പേഷ്യന്റ് കിടക്കുന്നത്. അതിലൂടെയാണ് ഈ ഒരു ഓക്സിജൻ അല്ലെങ്കിൽ ആ ഒരു പമ്പ് എന്താണ് നമ്മൾ ഈ ഒരു ഓക്സിജൻ നമ്മളിലേക്ക് ആ ഒരു പേഷ്യന്റിലേക്ക് എത്തുന്നത്. Then or if the patient condition more critical, a breathing tube may be pressed down to the throat to supply lungs with oxygen. അതുപോലെ തന്നെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിൽ പേഷ്യന്റ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ എന്താണ് രോഗിയുടെ ഗുരുതരമാണെങ്കിൽ, അല്ലെ, ക്രിട്ടിക്കൽ ആണെങ്കിൽ ഒരു ട്യൂബ് ഉപയോഗിച്ചിട്ട് ത്രോട്ടില്, അതായത് നമ്മുടെ തൊണ്ടയിലേക്ക് ഒരു ട്യൂബ് പ്രസ് ചെയ്തിട്ടുണ്ട്, അല്ലെ. ആ ഒരു ട്യൂബ് വഴിയാണ് ഓക്സിജൻ ആളിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്, ബ്രീത്തിങ്, അല്ലെ, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, ഒട്ടും തന്നെ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് നമ്മൾ ഈ ഒരു വെന്റിലേറ്റർ സജ്ജമാക്കുന്നത്. അതൊരു ജീവൻ എന്താ പറയാ ശ്വാസം വീണ്ടെടുക്കാനായിട്ടും അല്ലെങ്കിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനൊക്കെയാണ് വെന്റിലേറ്റർ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇതൊരു ജീവൻ രക്ഷാ യന്ത്രമായിട്ട് കരുതുന്നു. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഇത് പ്രദാനം ചെയ്യുന്നു. ഇനി വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലൊക്കെയാണ് എന്താണ് നമ്മുടെ തൊണ്ടയിലേക്ക് ഒരു ട്യൂബ് കടത്തി അതിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഓക്സിജൻ പ്രദാനം ചെയ്യുന്നു. ടൈറ്റ് ആയിട്ടുള്ള മാസ്ക് വെച്ചിട്ടാണ് പേഷ്യന്റ് ഈ ഒരു വെന്റിലേറ്ററിനുള്ളിൽ കിടക്കുന്നത്. ഓക്കെ, നോക്കാം. ഈ വെന്റിലേറ്റർ ഈസ് ഓൾസോ നോൺ ആസ് ബൈ അതർ നെയിംസ്. ഇനി ഈ വെന്റിലേറ്റർ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് ബ്രീത്തിങ് മെഷീൻ ആൻഡ് മെക്കാനിക്കൽ വെന്റിലേഷൻ. ഈ ഒരു രണ്ട് പേരുകളിൽ വെന്റിലേറ്റർ അറിയപ്പെടുന്നു. പക്ഷെ നമ്മൾ എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ട് വെന്റിലേറ്റർ തന്നെയല്ലേ കേട്ടിരിക്കുന്നത്, ആണോ? ബ്രീത്തിങ് മെഷീനും മെക്കാനിക്കൽ വെന്റിലേഷനും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിക്ക് മുന്നേ വെന്റിലേറ്റർ എന്ന് തന്നെയല്ലേ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മള് വെന്റിലേറ്ററിനെ കൂടാതെ തന്നെ അറിയപ്പെടുന്ന രണ്ട് പേരുകളാണ് ബ്രീത്തിങ് മെഷീനും മെക്കാനിക്കൽ വെന്റിലേഷൻ. ഓക്കെ, ഇനി ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മനസ്സിലായില്ലേ ഏകദേശം എന്താണെന്ന് മെയിൻ ആയിട്ട് ബ്രീത്തിങ്ങിന് വേണ്ടി? ഓക്കെ, വായിച്ചു നോക്കൂ കേട്ടോ. ഇൻട്രൊഡക്ഷൻ പാർട്ട് ഒന്ന് വായിച്ചു നോക്കാം. ഇൻട്രൊഡക്ഷൻ വായിച്ചു എല്ലാവരും?
ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയില്ലേ വെന്റിലേറ്റർ എന്താണെന്നുള്ളത്? കിട്ടിയോ? ഓക്കെ, then നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. Some of the health condition that may require ventilators. അല്ലെ, വെന്റിലേറ്റർ ആവശ്യമായി വരുന്ന ആരോഗ്യ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? മീൻസ് എന്തെല്ലാം ഡിസീസസിനാണ് നമുക്ക് ഈ ഒരു വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത്? ഓക്കെ, എല്ലാ പേഷ്യൻസിനും വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. അത്ര മോസ്റ്റ് ക്രിട്ടിക്കലി സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പോ ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് നമ്മൾ വെന്റിലേറ്ററിലേക്ക് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. നോട്ട്ബുക്ക് ഉണ്ടോ നിങ്ങളുടെ കയ്യില്? ഒന്ന് നോട്ട്ബുക്കും പെന്നോ ഒന്ന് പെട്ടെന്ന് എടുക്കണേ. കുറച്ച് നോട്ട് ചെയ്യാനുണ്ട് ചെറുതായിട്ട്. ഓക്കെ, നോട്ട്ബുക്ക് എടുക്കുക. ചാപ്റ്ററിന്റെ പേര് എഴുതിക്കോളൂ. നിങ്ങളുടെ ചാപ്റ്റർ 30 ആണെങ്കിൽ ചാപ്റ്റർ 30 വെന്റിലേറ്റർ എന്ന് എടുത്തോളൂ കേട്ടോ. ചാപ്റ്റർ 30 വെന്റിലേറ്റർ. ഇന്നത്തെ ഡേറ്റ് ഒക്കെ ഒന്ന് ഇട്ടേക്ക്. ഓർമ്മ വേണ്ടത് എന്നാണ് തീർന്നാൽ വെന്റിലേറ്റർ. എടുത്തോ? ഓക്കെ, ഫസ്റ്റ് വൺ വെന്റിലേറ്റർ എന്ന് കൊടുക്കുക. വെന്റിലേറ്റർ പേര് വെന്റിലേറ്റർ എന്ന് എഴുതി അതിന് താഴെ വീണ്ടും വെന്റിലേറ്റർ എന്ന് എഴുതാം. ഒരു ഹൈഫൻ ഇടാം. ഒറ്റ വാക്കില് എന്താ വെന്റിലേറ്റർ എന്ന് എഴുതാം. വെന്റിലേറ്റർ ഒരു ഹൈഫൻ ഇടാം. എഴുതിയോ? എഴുതിക്കോളൂ. വെന്റിലേറ്റർ എന്നിട്ട് ഒരു ഹൈഫൻ ഇടാം. A device for maintaining artificial respiration. അല്ലെ, കൃത്രിമ ശ്വാസം നിലനിർത്തുന്ന ഒരു ഡിവൈസ്. എന്നിട്ട് പറയണോ? Ventilator, a device for maintaining artificial respiration. A device for maintaining artificial respiration. Okay. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ അല്ലെ നോക്കാം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹെൽത്ത് കണ്ടീഷൻ ക്യാൻ ലീഡ്സ് ടു ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. അല്ലെ, പലതരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷനും നമുക്ക് ബ്രീത്തിങ്ങിന് ഡിഫിക്കൽട്ടി ഉണ്ടാക്കുന്നു. ഇനി ഏതെല്ലാം ഹെൽത്ത് കണ്ടീഷനാണ് ഡിഫിക്കൽട്ടി ഉണ്ടാക്കുന്നത്, അതുമൂലം വെന്റിലേറ്ററിൽ പ്രവേശിക്കേണ്ടതായിട്ട് വരുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ ARDS. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ARDS നോക്കാം. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? ARDS ആർക്കെങ്കിലും അറിയാമോ? ARDS കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം. ARDS അതായത് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അതായത് വേറൊന്നുമില്ല, ശ്വസിക്കാനുള്ള ബ്രീത്തിങ്, ശ്വസന പരാജയം, ബ്രീത്തിങ്ങിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. അതായത് നമ്മള് സൈനോസിസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? സൈനോസിസ് ഓർമ്മയുണ്ടോ പറഞ്ഞത്? ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിലാണെന്ന് തോന്നുന്നു സൈനോസിസ്. യെസ്, ഓക്കെ. എന്തായിരുന്നു സൈനോസിസ്? ജോണ്ടിസ്, സൈനോസിസ്, കളർ ചേഞ്ച് ഇൻ സ്കിൻ അല്ലെ. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള സൈനോസിസ് പോലുള്ള അസുഖങ്ങളൊക്കെ വരികയെ, അതായത് ഇപ്പൊ വിഷാംശങ്ങളിൽ ചെന്നു അങ്ങനെ ഭയങ്കര നീല നിറമായി മാറി അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് വരും. അവിടെ ശ്വാസം തന്നെ നിലച്ചു പോകുന്ന ഒരു അവസ്ഥ വരും. ആ ഒരു തന്നെയാണ് നമ്മൾ ARDS എന്ന് പറയുന്നത്, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അപ്പൊ നിങ്ങള് നോട്ട്ബുക്കിൽ എഴുതിക്കോളൂ. ARDS എന്ന് എഴുതിക്കോളൂ കേട്ടോ. ARDS അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. എഴുതിക്കോളൂ. എഴുതിയൊക്കെ? ഓക്കെ, എഴുതിക്കോളൂ. ARDS ഹൈഫൻ ഇടാം. A life threatening
A life-threatening lung injury. Lung injury. A life-threatening lung injury. Breathing become difficult. A life-threatening lung injury. Breathing become difficult. And oxygen cannot get into the body. Oxygen cannot get into the body. Complete ആയോ? Once more പറയണോ ഒന്നും കൂടി? ഓക്കെ, എഴുതിയെല്ലാവരും? ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ARDS അല്ലെ, അതായത് ഓക്സിജൻ മീൻസ് ഒരു ബ്രീത്തിങ്ങിന്റെ ഒരു പ്രോബ്ലം ആണ്. Then second one chronic obstructive pulmonary diseases, COPD with low oxygen saturation അല്ലെ. അപ്പോ നമ്മള് ഇവിടെ പറയുന്നത് COPD, അതായത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ്. ഒന്നുകൂടി പറയണോ അത്? ഓക്കെ, ഒന്നുകൂടി പറയാം, ഒരു പ്രാവശ്യം പറയാൻ ശ്രദ്ധിച്ചത് ഇനി കംപ്ലീറ്റ് ചെയ്യാത്തവർ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. ARDS, a life-threatening lung injury. Breathing become difficult and oxygen cannot get into the body. Okay, complete ആയോ? Second point വന്നോട്ടെ, നോക്കാം. Chronic obstructive pulmonary diseases, that is COPD. അല്ലെ, COPD with a low oxygen saturation. നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്ന ഒരു അവസ്ഥയാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്, COPD എന്ന് പറയുന്നത്. ഓക്സിജൻ സാച്ചുറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ചാപ്റ്ററിലെ ഓക്സിജൻ സാച്ചുറേഷൻ. ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? പഠിച്ചിട്ടുണ്ടോ ഓക്സിജൻ സാച്ചുറേഷൻ? അതായത് നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതിനൊരു നോർമൽ ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് ഉണ്ട്. എത്രയാണെന്ന് അറിയാമോ നോർമൽ ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ്? യെസ്, 96 to 100. മീൻസ് 96 ആണ് കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഒന്ന് എഴുതിയെടുത്തോളൂ, ഓക്സിജൻ നോർമൽ ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ്. നോർമൽ ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് ഏതാ? 96. ഓക്കെ, അപ്പൊ ഓക്സിജന്റെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്ന ഒരു അവസ്ഥ ആണ് COPD എന്ന് പറയുന്നത്. ഫുൾ ഫോം ഒത്തിരി ഉണ്ട് കേട്ടോ, പഠിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ആസ്മ, അതായത് ഇങ്ങനെ അലർജി, ആസ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ഭയങ്കര കൂടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെന്റിലേറ്റർ ഒക്കെ ആവശ്യമായി വന്നേക്കാം. അതുപോലെ തന്നെ ബ്രെയിൻ ഇഞ്ചുറി അല്ലെ, ഇപ്പോ ആക്സിഡന്റ് കേസസിലും മറ്റും ബ്രെയിൻ ഇഞ്ചുറി ആയിട്ടുള്ളവരൊക്കെ ചിലപ്പോൾ വെന്റിലേറ്ററിലേക്കൊക്കെ പ്രവേശിക്കുന്നത്, അവർക്ക് ബ്രീത്തിങ്ങിന് പ്രോബ്ലംസ് ബുദ്ധിമുട്ട് വന്നേക്കാം. Then cardiac arrest അല്ലെ, അതായത് ഹാർട്ട് അറ്റാക്ക് മീൻസ് ഹൃദയസ്തംഭനം. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ന്യൂമോണിയ റിലേറ്റഡ് വിത്ത് വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അല്ലെ, ന്യൂമോണിയ ഒക്കെ വരും. അതുപോലെ ഈ ചുമയെന്ന് തുടങ്ങിയിട്ട് കഫക്കെട്ടതൊക്കെ കൂടി അത് ന്യൂമോണിയ ആയി മാറും. ദെൻ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് മാറുമ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലും വെന്റിലേറ്റർ ഉപയോഗിക്കുന്നു. ദെൻ കൊളാപ്സ്ഡ് ലങ്സ്, കൊളാപ്സ്ഡ് മീൻസ് ശ്വാസകോശം തകർന്ന ഒരു അവസ്ഥ, അതായത് എന്തെങ്കിലും ഇഞ്ചുറിയോ മറ്റു വന്ന് ശ്വാസകോശത്തിനുള്ള തകർച്ച. ദെൻ സ്ട്രോക്ക് അല്ലെ, അതായത് സ്ട്രോക്ക് വന്ന് ഒരു പക്ഷെ തളർന്നൊക്കെ പോണ പേഷ്യൻസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ളവർക്ക്. കോമ ഓർ ലോസ് ഓഫ് അല്ലെ കൺസെഷൻസ് മീൻസ് കോമ സ്റ്റേജിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കോമ സ്റ്റേജിലായിട്ടുള്ള പേഷ്യൻസും അങ്ങനെ മീൻസ് ഒരു സ്വബോധമില്ലാത്ത അവസ്ഥ, ശ്വസിക്കാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥയുള്ള പേഷ്യൻസുകൾ. ഡ്രഗ് ഓവർഡോസ് അല്ലെ, ഇപ്പൊ എന്തെങ്കിലും ഡ്രഗ്സ് അമിതമായിട്ടുള്ള ഡ്രഗിന്റെ ഓവർഡോസ് കൂടി പോകുന്നത് അങ്ങനെയുള്ള കേസസുകൾ. Then hypercapnic respiratory failure, കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും?
പെട്ടെന്ന് തന്നെ എഴുതിക്കോളൂ. ഹൈപ്പർ കാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ എന്താണെന്ന് പറയാം, എഴുതിക്കോളൂ. എഴുതിയോ? ഹൈപ്പർ കാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ എഴുതാ, എഴുതിക്കോളൂ കേട്ടോ. ആൻഡ് ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്, ആൻഡ് ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്, and increase in carbon dioxide due to respiratory pump failure, due to respiratory pump failure. റെസ്പിറേറ്ററി പമ്പിന്റെ ഫെയിലിയർ കാരണം ശരീരത്തില് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതിനെയാണ് എന്ത് വിളിക്കുക? ഹൈപ്പർ കാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ. പറയണ ഒന്നുകൂടി, കംപ്ലീറ്റ് ആയോ? എല്ലാവരുടെയും കംപ്ലീറ്റ് ആയോ? ഓക്കെ, റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. Then ലങ്സ് ഇൻഫെക്ഷൻ അല്ലെ, ശ്വാസകോശത്തിൽ മറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ. നെക്സ്റ്റ് വൺ മൈനസ്തിയ ഗ്രാവിസ്. കേട്ടിട്ടുണ്ടോ? നമ്മളൊരു ഒന്നും കേൾക്കാത്തൊരു ഒരു ഇതില്ലാത്ത വേർഡ്സുകളാണ് അല്ലെ. മൈനസ്തിയ ഗ്രാവിസ്. ഓക്കെ, എഴുതിക്കോളും. നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കണം. എഴുതി വെച്ചോളൂ. മൈനസ്തിയ ഗ്രാവിസ് എന്താണെന്ന് നോക്കാം കേട്ടോ. സംഭവം എളുപ്പമാണ്, വലിയ വലിയ പേരുകളാണെന്നുള്ളൂ കേട്ടോ. മൈനസ്തിയ ഗ്രാവിസ് എഴുതാം, എന്നിട്ട് എഴുതിക്കോളൂ. It leads to muscle weakness, മസിൽസ് വീക്ക് ആവുന്നത്, പേശികള് ബലക്ഷയമായിട്ട് പോകുന്ന ഒരു അവസ്ഥ. മസിൽ വീക്ക്നെസ്. That effect throughout the day and with the activity. ഒരു ദിവസത്തെ പ്രവർത്തനങ്ങളെ മൊത്തം ബാധിക്കുന്നു. നമ്മുടെ പേശികള് മസിൽസ് ഭയങ്കര വീക്ക് ആവുന്ന ഒരു അവസ്ഥ. ഒന്നുകൂടി പറയാം. മൈനസ്തിയ ഗ്രാവിസ് എന്ന് പറയുന്നത് it leads to muscle weakness that affect throughout the day and with the activity. Okay, complete ആയോ? നോക്കാം. നെക്സ്റ്റ് വൺ സെപ്സിസ് ആൻഡ് ഇൻഫെക്ഷൻ ഇൻ യുവർ ബോഡി. മലയാളം പറയണോ? അതായത് എന്താണ്? നമ്മളുടെ പേശികൾക്ക്, അതായത് പേശികളുടെ ബലഹീനത, ഇപ്പൊ നടക്കാനും സംസാരിക്കാനും എല്ലാം ബുദ്ധിമുട്ട് വരുന്നൊരവസ്ഥ. ഓക്കെ, പേശികളുടെ ബലക്ഷയം, നടക്കാനോ സംസാരിക്കാനോ ഒക്കെ വരുന്ന ഒരു ബുദ്ധിമുട്ട്. നെക്സ്റ്റ് വൺ സെപ്സിസ് ആൻഡ് ഇൻഫെക്ഷൻ ഇൻ യുവർ ബോഡി. സെപ്സിസ് എന്ന് വെച്ചാൽ എന്താണ്? സെപ്സിസ് ഓർമ്മയുണ്ടോ പറഞ്ഞത്? അണുബാധ അല്ലെ. ഇപ്പൊ എന്തെങ്കിലും അണുബാധയൊക്കെ നമ്മുടെ ശരീരത്തിലെ ഇൻഫെക്ഷൻസും മറ്റു അണുബാധകൾ കയറുമ്പോൾ. അപ്പർ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്. അതായത് അപ്പർ സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പൈനൽ കോഡ് നമ്മുടെ സുഷുപ്ന നാഡി അല്ലെ. അതായത് നട്ടെല്ലിനോട് സംബന്ധിച്ചിട്ടുള്ള ഈ സുഷുപ്ന നാഡിക്കൊക്കെ എന്തെങ്കിലും പരിക്കുകളും ഇഞ്ചുറീസ് സംഭവിക്കുന്നത്. ലാസ്റ്റ് വൺ പ്രീമച്വർ ലങ് ഡെവലപ്മെന്റ് ഇൻ ബേബീസ് അല്ലെ. ഇപ്പോ കുഞ്ഞുങ്ങളില് ഇതുപോലെ തന്നെ എന്താ പറയാ, പ്രീമച്വർ ലങ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാണെങ്കിൽ മീൻസ് ഇത്ര മാസം തികയാതെ പ്രസവിക്കുന്ന എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ 7ാം മാസത്തിലൊക്കെ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ഒക്കെ വന്നിട്ട് സർജറി ഒക്കെ ചെയ്തെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവില്ലേ. സോ അവരുടെ മീൻസ് അവരുടെ ശ്വാസകോശമൊക്കെ ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. അതിക്ക് മുന്നേ നമ്മൾ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും നമ്മൾ എന്ത് ചെയ്യും?
പ്രീമേച്ചർ വെന്റിലേറ്റർ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ളതിൽ നമ്മൾ കുഞ്ഞിനെ ആ ഒരു വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. ഓക്കെ, പ്രീമേച്ചർ മീൻസ് മാസം തികയാതുള്ള ഡെലിവറി ഒക്കെ വരുമ്പോൾ ഇപ്പൊ 7ാം മാസത്തിലുള്ള, കാരണം അങ്ങനെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ അധികം മീൻസ് ഒരു ആ ഒരു ടൈമില് നമ്മൾ വേറെ ആളുകളൊക്കെ സന്ദർശിക്കാനോ വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ അല്ലെ. സോ അവർക്ക് ഇൻഫെക്ഷൻസും മറ്റുമൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. എന്ത് പറ്റി, സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങള്? സ്ക്രീൻ കാണുന്നുണ്ട് എല്ലാവരും? എന്ത് പറ്റി, കുറച്ചുപേര് കമന്റ് ഇടുന്നു. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് നമ്മൾ ആ സിറ്റുവേഷൻസ് എന്നാണ് നോക്കിയത്. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് ഡ്യൂറിങ് സർജറി വെന്റിലേറ്റേഴ്സ് ആർ നീഡഡ്. അതാണോ സ്ക്രീനിൽ ഇപ്പൊ കാണുന്നത് എല്ലാവരും? ഡ്യൂറിങ് സർജറി വെന്റിലേറ്റേഴ്സ് ആർ നീഡഡ്. സ്ട്രോക്ക് മീൻസ് എന്താ പറയാ, തളർവാദം എന്നുള്ള ഒരു തളർച്ച, ഒരു സൈഡ് തളർന്നൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് സ്ട്രോക്ക് തന്നെയുള്ള കോമൺ ആയിട്ട് പറയുന്നത്. സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെയാണ്, സ്ക്രീൻ ഓക്കെയാണോ എല്ലാവർക്കും? ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. സ്ക്രോൾ ചെയ്യണോ? ഇപ്പൊ ഡ്യൂറിങ് സർജറി ആണോ നിങ്ങൾ കാണുന്നത്? ഓക്കെ, ഇപ്പൊ ഏതാ നിങ്ങൾ കാണുന്നത് സ്ക്രീനില്? ഓക്കെ ഓക്കെ, ഇപ്പൊ ഏതാ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്? ഇൻട്രൊഡക്ഷൻ തന്നെയാണോ? ഇപ്പൊ ഓക്കെ ആയോ? ഡ്യൂറിങ് സർജറി വെന്റിലേറ്റേഴ്സ് ആർ നീഡഡ് ആണോ കാണുന്നത്? ഓക്കെ ഓക്കെ, ഇനി കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, നോക്കാം. ഡ്യൂറിങ് സർജറി വെന്റിലേറ്റേഴ്സ് ആർ നീഡഡ് അല്ലെ. അപ്പോ സർജറിക്കും നമ്മൾ വെന്റിലേറ്റേഴ്സ് ആവശ്യമാണെന്ന് നോക്കാം എങ്ങനെയാണെന്ന് കേട്ടോ. ഇഫ് ദ പേഷ്യന്റ് ഈസ് ഗിവൺ general anesthesia for a surgical procedure, he is required to be on a ventilator while sleeping. This is due to some anesthesia drugs can make it difficult for a patient to breathe properly on his own while in a sleep-like state. അല്ലെ, ഇപ്പൊ നമുക്കറിയാം നമ്മൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ അനസ്തേഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇഞ്ചക്ഷൻ തരാറുണ്ട് ഇല്ലേ? എന്തിനാ അങ്ങനെ അനസ്തേഷ്യ തരുന്നത്? എന്തിനാണ് അനസ്തേഷ്യ എന്ന് കേട്ടിട്ടുണ്ടോ? മരിച്ചുള്ളവർക്ക് അറിയാൻ പറ്റും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ? ഒരു സഡേഷന് വേണ്ടിയിട്ട്, നമ്മളുടെ ആ ഒരു വേദനയും കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു മയക്കം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനസ്തേഷ്യ വരുന്നത്. സോ ഇവിടെ പറയുന്നത് പേഷ്യൻസിന് നമ്മള് ആ ഒരു സർജറി പ്രൊസീജിയേഴ്സില് അനസ്തേഷ്യ നൽകുമ്പോൾ അത് ചിലപ്പോ പേഷ്യൻസിന് അനസ്തേഷ്യ നൽകിയാൽ അത് ഉറങ്ങുമ്പോൾ വെന്റിലേറ്ററിലായിരിക്കണം. അതായത് ഈ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ചിലപ്പോ ശ്വസിക്കാനുള്ള ബ്രീത്തിങ് പ്രശ്നങ്ങൾ വന്നേക്കാം. സോ അനസ്തേഷ്യ എന്ന് പറഞ്ഞ മയക്കത്തിലല്ലേ, ആ ഒരു മയക്കത്തിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ ശ്വാസം കിട്ടാത്ത ബുദ്ധിമുട്ടൊന്നും വരാൻ പാടില്ല. സോ അതിനു വേണ്ടിയിട്ട് ആ ഒരു അനസ്തേഷ്യ കൊടുത്ത ഒരു വ്യക്തി മയക്കത്തിലാകുമ്പോൾ മീൻസ് സ്ലീപ്പിംഗിലാകുമ്പോൾ അത് വെന്റിലേറ്ററിൽ ആയിരിക്കണം. ഓക്കെ, അതായത് വലിയ ചെറിയ കുഞ്ഞി സർജറി അല്ല പറയുന്നത്, വലിയ ഓപ്പൺ ഹാർട്ട് സർജറി അങ്ങനെയുള്ള വലിയ സർജറികളൊക്കെ വരില്ലേ, അപ്പൊ അനസ്തേഷ്യ നൽകുമ്പോൾ ചിലപ്പോൾ ബ്രീത്തിങ്ങിന് പ്രോബ്ലം വന്നേക്കാം. സോ എന്ത് ചെയ്യണം? ആ അനസ്തേഷ്യയുടെ ആ ടൈം കഴിയുന്നത് വരെ ആളെ വെന്റിലേറ്ററിൽ ആയിരിക്കണം കിടത്തേണ്ടത്, മീൻസ് ബ്രീത്തിങ് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി. ഓക്കെ, then with the surgery the patient needs to be on a ventilator for a period as follows. അല്ലെ, എപ്പോഴൊക്കെയാണ് സർജറിയുടെ ഏതൊക്കെ ടൈമിലാണ് പേഷ്യൻസിന് വെന്റിലേറ്റർ ആവശ്യമായി വരുന്നത്? ഫസ്റ്റ് വൺ ഡ്യൂറിങ് സർജറി അല്ലെ. നോക്കാം. A ventilator can provisionally perform breathing for the patient
while he is under general anesthesia. അല്ലെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മീൻസ് ഒരു അനസ്തേഷ്യ കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വെന്റിലേറ്ററിൽ കിടത്തുകയാണെങ്കിൽ ആ ഒരു രോഗിയുടെ ശ്വസനം നിർവഹിക്കാൻ കഴിയുന്നു. സെക്കൻഡ് വൺ, റിക്കവറിങ് ഫ്രം സർജറിയിൽ നിന്ന് വിമുക്തമാകുമ്പോൾ, റിക്കവറി ആകുമ്പോൾ നോക്കാം. A patient may occasionally require a ventilator to assist with breathing for hours or longer following particularly. അല്ലെ, അതായത് അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ ശസ്ത്രക്രിയ കഴിയുമ്പോൾ, സർജറി കഴിയുമ്പോൾ ഈ ഒരു പേഷ്യൻസിന് ഇടയ്ക്കിടെ അല്ലെങ്കിൽ മണിക്കൂറുകളോ അതിൽ കൂടുതലോ വെന്റിലേറ്റർ ആവശ്യമായി വന്നേക്കാമെന്ന്. അത് ഓരോ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകൾ മതിയായിരിക്കും, അത് കഴിയുമ്പോൾ ആള് നോർമൽ ആകും. അതുപോലെ ചില പേഷ്യൻസിന് കുറച്ച് ക്രിട്ടിക്കൽ ആണ്, കോംപ്ലിക്കേഷൻസിനാണെങ്കിൽ ചിലപ്പോൾ ലോങ് ടൈമിൽ ഈ ഒരു വെന്റിലേറ്ററിൽ തന്നെ കിടക്കേണ്ടതായിട്ടും വരും. ഓക്കെ, സർജറിയിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. മെയിൻ ആയിട്ട് പറഞ്ഞത് എന്താണ്? അനസ്തേഷ്യ നൽകുമ്പോൾ അനസ്തേഷ്യക്ക് ശേഷം ആള് സ്ലീപ്പിൽ മയക്കത്തിലാകുന്ന അവസ്ഥയിൽ വെന്റിലേറ്ററിലായിരിക്കണം ആളെ കിടത്തേണ്ടത്. കാരണം ബ്രീത്തിങ്ങിന്റെ പ്രോബ്ലം വന്നേക്കാം. സോ അത് പ്രോപ്പറായിട്ട് ബ്രീത്തിങ് ലഭിക്കുന്നതിന് വേണ്ടി വെന്റിലേറ്ററിലായിരിക്കണം. പിന്നെ പറഞ്ഞത് ഡ്യൂറിങ് സർജറിയിൽ അതുപോലെ തന്നെ റിക്കവറിങ് ഫ്രം സർജറിയിലും നമ്മൾ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നു. അല്ലെ, അനസ്തേഷ്യയിൽ നിന്നും ആ ഒരു ബ്രീത്തിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡ്യൂറിങ് സർജറിയിൽ. അതുപോലെ തന്നെ റിക്കവറിങ് സർജറി, ഇപ്പോൾ ചില പേഷ്യൻസിന് സർജറിക്ക് ശേഷം ഇതുപോലെ നമ്മൾ ഒരു 2-3 ഇത്ര ഒരു മണിക്കൂർ കിടത്തേണ്ടതായിട്ട് വരും. ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ കുറച്ച് ലോങ് ടൈമിൽ തന്നെ വെന്റിലേറ്ററിൽ ആളെ കിടത്തേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, നോക്കാം. A ventilator won't cure an illness. A ventilator responsibility is to maintain the patient's breathing while the body battles an infection, a diseases or heals from trauma. അല്ലെ, അപ്പൊ നോക്കി, ഈ വെന്റിലേറ്റർ അതായത് എന്താ പറയുന്നത്, ഒരു മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ നിന്ന് എന്താ വെന്റിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസുഖം സുഖപ്പെടുത്തില്ല. അല്ലെ, നോക്കി, ഈ വെന്റിലേറ്റർ വോണ്ട് ക്യൂർ ആൻ ഇൽനെസ്. വെന്റിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളുടെ അസുഖം സുഖപ്പെടുത്തുന്ന ഒരു എക്യുപ്മെന്റ് അല്ല, മറിച്ച് എന്താണ്? നമ്മളുടെ ബ്രീത്തിങ് മീൻസ് നമ്മളുടെ അത് നിലനിർത്താൻ, ഒരു ബ്രീത്തിങ് ബോഡിയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. മീൻസ് ഒരു അസുഖം മാറ്റുകയല്ല ചെയ്യുന്നത്, ആ ഒരു ബ്രീത്തിങ് നിലനിർത്താൻ, അല്ലെ, ജീവൻ നിലനിർത്താനായിട്ടുള്ള ഒരു എക്യുപ്മെന്റ് മാത്രമാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. A ventilator responsibility is to maintain the patient breathing. പേഷ്യന്റിന്റെ ബ്രീത്തിങ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന ധർമ്മമാണ് ഒരു വെന്റിലേറ്റർ പൂർണ്ണമായും ചെയ്യുന്നത്. മറിച്ച് എന്താണ്? ഒരു അസുഖം സുഖപ്പെടുത്തുക എന്നതല്ല. നോക്കാം, അല്ലെ. അതുപോലെ തന്നെ ഇതുപോലെ അണുബാധ, എന്തെങ്കിലും ഇൻഫെക്ഷൻസോ, അതുപോലെ തന്നെ ട്രോമ എന്താണ്? ഓർമ്മയുണ്ടോ? ട്രോമ പേഷ്യൻസ് പെട്ടെന്ന് കമന്റ് ചെയ്ത്. എന്താ ട്രോമ പേഷ്യൻസ്? ആർക്കും ഓർമ്മയില്ല ട്രോമ പേഷ്യൻസ്? വലിയ വീഴ്ചകളോ മറ്റാഘാതങ്ങളൊക്കെ സംഭവിക്കുന്ന പെട്ടെന്നുള്ള ആഘാതം. ഓക്കെ, അപ്പൊ വലിയ വീഴ്ചകളോ ആഘാതങ്ങളോ ഇങ്ങനെ അണുബാധ അങ്ങനെ സംഭവിക്കുന്ന പേഷ്യൻസ് എന്നിവയുമായിട്ട് പോരാടുമ്പോൾ അവർക്ക് എന്താണ്? ശ്വസനം നിലനിർത്തുന്നതിന് വേണ്ടി എന്നതാണ് വെന്റിലേറ്റർ ചെയ്യുന്നത്. അല്ലെ, അതായത് ഒരു എന്താ അസുഖം സുഖപ്പെടുത്തുന്നില്ല, മറിച്ച് ആ ഒരു ശ്വാസം നിലനിർത്തുക എന്നതാണ് ഈ വെന്റിലേറ്റർ എന്ന് പറഞ്ഞ എക്യുപ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മാക്സിമം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങളത് വായിച്ചു നോക്കുമ്പോൾ കുറച്ചും കൂടി ഐഡിയ ഒക്കെ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്ന് വായിക്കാം. ഇത്രയും ഒന്ന് വായിച്ചു നോക്കി. ഹെൽത്ത് കണ്ടീഷൻ തുടങ്ങി നമ്മളിപ്പോ പറഞ്ഞ ഡ്യൂറിങ് സർജറി വരെ ഒന്ന് വായിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ARDS, COPD ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നോട്ട് നിങ്ങൾക്ക് തന്നു. മൻസിയ ഗ്രാവിസ് എന്താണ്, അതുപോലെ തന്നെ ARDS ഇതെല്ലാം പഠിക്കണം.
വളരെ ഷോർട്ട് ആയിട്ടാണ് നോട്ട് തന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അത് വെറുതെ എഴുതിയെന്നാകരുതും. മാക്സിമം അതൊന്ന് വായിക്കാൻ ശ്രമിക്കുക. എക്സാമിന് ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. എക്സാം പറഞ്ഞായിരുന്നോ? ഫുൾ ഫോമിന്റെ ആണോ ചോദിച്ചത്? ഇന്ന് എടുക്കുന്നില്ല കേട്ടോ. എന്തായാലും ഇതൊരു പുതിയ ചാപ്റ്റർ നമ്മൾ തുടങ്ങിയതല്ലേ. ഞാൻ പറയാം, ഇന്ന് പറയാം കേട്ടോ എക്സാമിന്റെ ഡേറ്റ്. പോയിന്റ്സ് കംപ്ലീറ്റ് ആയോ? സർജറി വായിച്ചോട്ടോ. സർജറിയിൽ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. സർജറിയിൽ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അതായത് പേഷ്യന്റിന് നമ്മൾ അനസ്തേഷ്യ സർജറിക്ക് വേണ്ടി അനസ്തേഷ്യ കൊടുത്തു കഴിയുമ്പോൾ അനസ്തേഷ്യ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സഡേഷന് വേണ്ടിയിട്ട്, ആ വേദന എന്ന് പറയാതെ ഒരു മയക്കത്തിന് വേണ്ടിയിട്ട്. സോ ഈ അനസ്തേഷ്യ കൊടുത്ത് കഴിയുമ്പോൾ പേഷ്യൻസിന് മയക്കത്തിലാകുന്നത് വെന്റിലേറ്ററിലായിരിക്കണം എന്ന്. കാരണം ബ്രീത്തിങ്ങിന്റെ പ്രോബ്ലംസ് ഈ ഒരു അനസ്തേഷ്യ ഡ്രഗ്സിന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്രീത്തിങ്ങിന് പ്രോബ്ലം വന്നേക്കാം. ആ ഒരു ഡ്രഗ്സിന്റെ അത് ബ്രീത്തിങ്ങിന് പ്രോബ്ലം വന്നേക്കാം. സോ നമ്മൾ ആ ഒരു അനസ്തേഷ്യ കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ആളെ വെന്റിലേറ്ററിലായിരിക്കണം കിടത്തേണ്ടത്. ചെറിയ സർജറി അല്ല ഉദ്ദേശിക്കുന്നത്, വലിയ വലിയ സർജറിക്കൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറഞ്ഞത് ക്യൂറിംഗ് സർജറി മീൻസ് നമ്മളിപ്പോ പറഞ്ഞത് തന്നെ അനസ്തേഷ്യ കൊടുത്തു കഴിയുമ്പോൾ സർജറിയുടെ ആ ടൈമിൽ വെന്റിലേറ്ററിൽ കിടക്കുന്നത്. റിക്കവറിംഗ് ഫ്രം സർജറി അതുപോലെ തന്നെ പേഷ്യന്റ് മീൻസ് ബ്രീത്തിങ്ങിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ, സർജറി കഴിയുമ്പോൾ ബ്രീത്തിങ്ങിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ കുറച്ച് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കുറച്ച് അവേഴ്സ് വെന്റിലേറ്ററിൽ ആളെ കിടത്തും. അതുപോലെ തന്നെ വല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ കുറച്ച് ലോങ് പീരീഡിലും വെന്റിലേറ്ററിൽ കിടക്കാറുണ്ട്. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് പോവാം. നമുക്ക് നെക്സ്റ്റ് ഒരു കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഓക്കെ, ഹൗ ഡസ് എ വെന്റിലേറ്റർ വർക്ക്? എന്താണ് ഒരു വെന്റിലേറ്റർ വർക്ക് ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത് നോക്കാം. എ മെഡിക്കൽ വെന്റിലേറ്റർ എംപ്ലോയ്സ് പ്രഷർ ടു എക്സ്പെക്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം യുവർ ബോഡി ആൻഡ് പമ്പ് ഓക്സിജനേറ്റഡ് എയർ ഇൻ ടു യുവർ എയർവേസ്. അല്ലെ? എന്താണ് ചെയ്യുന്നത്? എന്താ പറയുന്നത്? മനസ്സിലായത് നിങ്ങൾക്ക്? ഒന്ന് കമന്റ് ചെയ്തേ പെട്ടെന്ന്. എന്താണ് വെന്റിലേറ്റർ ചെയ്യുന്നത്? നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്താ വെന്റിലേറ്റർ മെയിൻ ആയിട്ട് ചെയ്യുന്ന കാര്യം? നമ്മൾ ഇത്രയും പറഞ്ഞില്ലേ, ഇൻട്രൊഡക്ഷൻ പഠിച്ചു, ഇനി എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലെ? അപ്പോ ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, എന്താണ് വെന്റിലേറ്റർ അപ്പൊ ചെയ്യുന്ന കാര്യം? എന്താണ് അവിടെ നടക്കുന്നത് വെന്റിലേറ്ററില്? ആർക്കും പറയാൻ പറ്റില്ല. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കോട്ടെ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ആ, ലൈഫ് സപ്പോർട്ടാണ്. ആ, ഓക്കെ, റെസ്പിറേറ്ററി ഓക്സിജൻ ബോഡി. ഓക്കെ ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? മെയിൻ ആയിട്ട് പറയുന്നത് നോക്കി,
ഓക്സിജനെ ബോഡിയിലേക്ക് പമ്പ് ചെയ്യുകയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്നു. അതാണ് മെയിൻ ആയിട്ട് ഒരു വെന്റിലേറ്റർ നടക്കുന്നത്. നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള ഏതാണ്? ഓക്സിജൻ ആണ് നമുക്ക് വേണ്ടത്, അല്ലെ? അപ്പൊ ഓക്സിജനെ നമ്മളുടെ എയർവേസിലൂടെ ഓക്സിജനെ പമ്പ് ചെയ്യുകയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ നിന്നും അകറ്റുകയും ചെയ്യുന്നതാണ് ഒരു വെന്റിലേറ്റർ ചെയ്യുന്നത്. ഇനി നമ്മളുടെ യുവർ എയർവേസ് ഇൻക്ലൂഡ്, ഇനി നമ്മുടെ ബോഡിയിലെ എയർവേസിലേക്കാണ് ഓക്സിജൻ പമ്പ് ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ നമ്മളുടെ ശരീരത്തിലെ എയർവേസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാം. എയർവേസ് എന്തൊക്കെയാണ്? നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വിൻ പൈപ്പ്, ലങ് ട്യൂബ്, അല്ലെ? നോസ് നമ്മുടെ മൂക്കിലൂടെ ശ്വാസത്തിന് നമുക്ക് ഓക്സിജൻ നൽകുന്നു. അതുപോലെ തന്നെ മൗത്ത് വായുവിലൂടെ, അതുപോലെ തന്നെ ത്രോട്ട്, ഫാരൻസ് എന്ന് പറഞ്ഞാൽ ശ്വസന നാളം എന്നൊക്കെ പറയില്ലേ, നമ്മളുടെ തൊണ്ടയിൽ കൂടി ശ്വസന നാളം. അതുപോലെ തന്നെ വോയിസ് ബോക്സ് മീൻസ് നമ്മളുടെ വോയിസ് ബോക്സ് നമ്മൾ പഠിച്ചിട്ടില്ല, ലാറിങ്സ്, ആ വോയിസ് ബോക്സ്. അതുപോലെ തന്നെ വിൻ പൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാക്കിയോസ്റ്റോമി ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ അതൊക്കെ? ട്രാക്കിയോസ്റ്റോമി, ശ്വാസനാളം, അല്ലെ? അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ട്രാക്കിയ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്, അല്ലെ? പഠിച്ച കാര്യങ്ങൾ കളിച്ചു വെച്ചിരിക്കുകയാണ്. ലങ് ട്യൂബ്, അല്ലെ? എൻഡോട്രിയൊക്കെ ഇപ്പൊ ഓരോരുത്തർക്ക് വരുന്നുള്ളൂ കേട്ടോ, ട്യൂബ് കത്തി വരുന്നുള്ളൂ. ഓക്കെ. ലങ് ട്യൂബ് മീൻസ് ബ്രോങ്കി മീൻസ് എന്താണ്? നമ്മുടെ ശ്വാസകോശം, ബ്രോങ്കസൈറ്റ് ഒക്കെ പറയില്ലേ, അങ്ങനെയുള്ളതൊക്കെ. ഇതാണ് നമ്മളുടെ ഒരു ശരീരത്തിലെ എയർവേസ് എന്ന് പറയുന്നത്. മീൻസ് ഓക്സിജൻ എത്തുന്ന ഒരു ഏതൊക്കെ രീതികളിലൂടെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ അവയവങ്ങളിലൂടെയാണ് ഓക്സിജൻ എത്തുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, എയർവേസിലൂടെ ഇതിലുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് നോക്കാം. One of two methods for pushing oxygen into the lungs from a ventilator is either a breathing tube or pitted mask, അല്ലെ? അപ്പോ മെയിൻ ആയിട്ട് ഓക്സിജൻ നമ്മളുടെ ലങ്സിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തത് വെന്റിലേറ്റർ, അല്ലെ? ഒന്നത് വെന്റിലേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓക്സിജനെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാം. അതുപോലെ തന്നെ ബ്രീത്തിങ് ട്യൂബ്, ശ്വസിക്കാനുള്ള ഒരു ട്യൂബ്, ഓർ മാസ്കും വെച്ചിട്ടും, അല്ലെ? മാസ്കോ അല്ലെങ്കിൽ ട്യൂബ് വഴിയോ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജനെ നമുക്ക് വെന്റിലേറ്ററിൽ നിന്നും ട്യൂബ് വഴിയോ അല്ലെങ്കിൽ മാസ്ക് വഴിയോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഓക്സിജനെ നമ്മുടെ ശരീരത്തിലേക്ക് മീൻസ് ഓക്സിജൻ ശരീരത്തിലേക്ക് കയറ്റാനായിട്ട് സാധിക്കുന്നു. Being on a ventilator while the patient is conscious can be very uncomfortable, especially the patient has a breathing tube down into the throat. While attached to the ventilator, they are unable to speak, eat or move about, അല്ലെ? നമുക്കറിയാം ഈ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്നത്, ആ രോഗാവസ്ഥയിൽ ഇരിക്കുന്നത് വളരെ അസ്വസ്ഥ്യം ഉണ്ടാക്കും, അല്ലെ? അൺകംഫോർട്ടബിൾ ആണ് ഇങ്ങനെ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ. നമ്മൾ പിക്ചറിൽ കണ്ടതുപോലെ തന്നെ കുറെ ട്യൂബും മാസ്കും ഒത്തിരി എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആളുടെ ബോഡിയിൽ ഉണ്ടാവും. സോ ആ ഒരു പേഷ്യൻസിന് ബ്രീത്തിങ്ങിനും ത്രോട്ടിനും എല്ലാം ഭയങ്കര ഒരു അസ്വസ്ഥ്യം ആയിരിക്കും. സോ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു ട്യൂബ് ഉണ്ടാകും. അപ്പോ സംസാരിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ ഒന്ന് ഇരിക്കാനോ ഒന്നും അനങ്ങാൻ പോലും സാധിക്കില്ല, അല്ലെ? ഒന്ന് കൈകാലുകളൊന്നും അനക്കാൻ പോലും സാധിക്കില്ല. കാരണം എന്താണ്? ട്യൂബ് ഇട്ടേക്കണ, മാസ്ക് ഉണ്ട്, കൂടാതെ തന്നെ കുറെ എക്യുപ്മെന്റ്സ് ഉണ്ട്, നടുക്കായിരിക്കും പേഷ്യന്റ് കിടക്കുന്നത്. സോ അത് ആൾക്കൊരു അൺകംഫോർട്ടബിൾ ആയിരിക്കും. നമുക്കറിയാലോ, അല്ലെ? നമുക്കിത് മീൻസ് നമുക്കത് പറഞ്ഞ മീൻസ് നമുക്കറിയാം ആ സിറ്റുവേഷനിലാണ് ആ ഒരു പേഷ്യന്റ് കിടക്കുന്നത്. ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു എന്താ പറയാ ഒരു ദയനീയമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്, അല്ലെ? വെന്റിലേറ്ററിൽ കിടക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കി പെട്ടെന്ന് തന്നെ. ഹൗ ഡസ് എ വെന്റിലേറ്റർ വർക്ക്? കേട്ടോ, അത്രയും ഒന്ന് വായിക്കുക. എയർവേസിലൂടെ ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് നോക്കി വെച്ചോളൂ കേട്ടോ, എയർവേസ് ഏതൊക്കെയാണെന്നേ.
എയർവേ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ നമ്മൾ ശ്വസിക്കുന്നത് ഏതൊക്കെയിലൂടെ നമുക്ക് മൂക്കിലൂടെ ശ്വസിക്കാൻ സാധിക്കും അല്ലെ, അതുപോലെ തന്നെ വായിലൂടെ ശ്വസിക്കാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഏതൊക്കെ എയർവേസ് ആണെന്നാണ് നമ്മുടെ ബോഡിയിലുള്ള എയർവേസ്. അതായത് നോക്കാം, നോസ് മീൻസ് നമ്മുടെ ഒരു മൂക്കിലൂടെയും, അതുപോലെ തന്നെ മൗത്ത് വായിലൂടെ, അതുപോലെ തന്നെ ത്രോട്ട് തൊണ്ടയിലൂടെ ഈ ട്യൂബ് എന്ന് പറഞ്ഞില്ലേ, തൊണ്ടയിൽ കൂടി ഓക്സിജൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വെന്റിലേറ്ററിൽ നിന്ന് പേഷ്യന്റ് തൊണ്ടയിൽ കൂടി ട്യൂബ് ഇടുന്നു. ഫാറക്സ് എന്ന് പറഞ്ഞാൽ ശ്വാസനാളം എന്നൊക്കെ പറയാം അല്ലെ, തൊണ്ടയുടെ ഉള്ളിലത്തെ. ദെൻ വോയിസ് ബോക്സ് മീൻസ് ലാറിങ്സ്, നമ്മുടെ എന്താണ് നമ്മുടെ ഒരു വോയിസ് ബോക്സ്, നമുക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ എന്താ ബ്രീത്ത് ചെയ്ത് സംസാരിക്കണമെങ്കിൽ ബ്രീത്ത് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള വോയിസ് ബോക്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ആ ഒരു തൊണ്ടയുടെയും മീൻസ് ഒരു ശ്വാസകോശത്തിന് നടുക്കായിട്ട് വരുന്ന ഒരു സെക്ഷൻ. ദെൻ വിൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ ട്രാക്കിയ അല്ലെ, ട്രാക്കിയോ സ്റ്റോമി നമ്മൾ പറഞ്ഞില്ലേ, മീൻസ് എന്താണ് ട്യൂബ് മീൻസ് ട്രാക്കിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസനാളം എന്നൊക്കെ പറയാം. ലങ്സ് ട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോങ്കി മീൻസ് ശ്വാസകോശത്തിനുള്ളിലെ ട്യൂബുകളൊക്കെ ഇട്ടിട്ടുള്ള, ഇതുപോലെ തന്നെ ഓക്സിജൻസിന് കൊടുക്കുന്ന ഒരു അവസ്ഥ. ആ പേരുകൾ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ, അതിന്റെ ഡീറ്റെയിൽ ഒന്നും വേണ്ട, ജസ്റ്റ് എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിലെ എയർവേസ് എന്ന് നോക്കി വെച്ചാൽ മതി. അടുത്ത ഒരു കുഞ്ഞു പോയിന്റുകൾ ഒന്ന് പറയണം. പറഞ്ഞോട്ടെ. A patient on ventilator requires to get monitored for his. നമ്മൾ പറഞ്ഞു, നമ്മൾ ആ ഒരു വെന്റിലേറ്ററിന്റെ പിക്ചർ കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു എന്താ ഒത്തിരി മോണിറ്ററിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പോ ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ആ ഒരു പേഷ്യൻസിന്റെ മോണിറ്ററൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെ. നമ്മൾ പറഞ്ഞു പേഷ്യൻസിന്റെ ശരീരത്തില് നിറയെ ട്യൂബും അല്ലെങ്കിൽ മാസ്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതുകൊണ്ട് ആള് അൺകംഫർട്ടബിൾ ആയിരിക്കും അല്ലെ. സോ എന്തൊക്കെയാണ് അങ്ങനെ ഒരു വെന്റിലേറ്ററിൽ ഒരു പേഷ്യൻസ് കിടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് മോണിറ്ററൈസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ ഹാർട്ട് റേറ്റ് അല്ലെ. ഹാർട്ട് റേറ്റ് മീൻസ് ഹൃദയമിടിപ്പ് എത്രയൊക്കെയാണ് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ BP ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക, റെസ്പിറേറ്ററി റേറ്റ് ബ്രീത്തിങ് റേറ്റ്, ദെൻ ഓക്സിജൻ സാച്ചുറേഷൻ, നോർമൽ ഓക്സിജൻ സാച്ചുറേഷൻ എത്രയാണ് നോർമൽ ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ്? നേരത്തെ പറഞ്ഞായിരുന്നു. 96 ആണ് ഇപ്പൊ നോർമൽ. അപ്പോ ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് ചിലപ്പോ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോ ഇപ്പൊ നോക്കിക്കഴിഞ്ഞു ഒരു 2 hours കഴിയുമ്പോ ഈ ഓക്സിജന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാം. എക്സാമിന് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ 2-3 ചാപ്റ്ററിൽ അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് വരുന്നുണ്ട് ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. എളുപ്പമാണ്, ഓർത്ത് വിട്ട് കളയരുതും. നമ്മളുടെ ഒരു സ്വഭാവമാണ് സ്കിപ്പ് ചെയ്ത് കളയും. അത് എളുപ്പമാണ്, പഠിക്കേണ്ട ആവശ്യമില്ല. അതെനിക്ക് ആ എക്സാമിന്റെ ടൈം മീൻസ് എന്താ ഓപ്ഷൻ കാണുമ്പോൾ കിട്ടിക്കോളെന്ന് വിചാരിച്ച് നമ്മളിൽ പലവരും സ്കിപ്പ് ചെയ്ത് പോകും ഇല്ലേ. കുറെ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടാറുണ്ടോ? സത്യസന്ധമായി പറയണമെങ്കിൽ വിടാറുണ്ട് ഇല്ലേ. പക്ഷെ നമ്മൾ എപ്പോഴാണോ സ്കിപ്പ് ചെയ്ത് വിട്ട് കളഞ്ഞിട്ടുള്ളത് അതെല്ലാം തന്നെ എക്സാമിനും വരികയും ചെയ്യും ഇല്ലേ. അങ്ങനെയാണോ? അങ്ങനെ അനുഭവം ഉണ്ടോ? ഈ എക്സാമിനല്ല, അടുത്ത എക്സാം ആയിട്ടില്ലല്ലോ, അതിന് മുന്നൊക്കെ ഏതെങ്കിലും എക്സാമുകളൊക്കെ നമ്മൾ എളുപ്പമാണ് അത് പഠിക്കേണ്ട സ്കിപ്പ് ചെയ്ത് പോയ കാര്യം തന്നെ എന്തായാലും എക്സാമിന് വരും. പക്ഷെ ആ സമയത്തിരുന്ന് സ്കിപ്പ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് അല്ലെ. അപ്പൊ ഓക്സിജന്റെ ആ ഒരു സാച്ചുറേഷൻ റേറ്റ് അങ്ങനെ ഓക്സിജന്റെ അളവ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പൊ അങ്ങനെയുള്ള അളവുകൾ. ഓൾസോ നീഡ് റെഗുലർ ചെസ്റ്റ് എക്സ്റേ റെഗുലർ ആയിട്ട് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സ്കാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ സ്കാനിങ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ സജ്ജീകരണങ്ങളും ഈ ഒരു വെന്റിലേറ്ററിനുള്ളിൽ തന്നെ ഉണ്ടാകും അല്ലെ. അത്രയും മോണിറ്ററിംഗ് സിസ്റ്റവും എല്ലാ സജ്ജീകരണങ്ങളും ഈ ഒരു എന്താ പറയാ വെന്റിലേറ്ററിനുള്ളിൽ അവൈലബിൾ ആണ്. Additionally, blood test may be required to determine the blood's oxygen in carbon dioxide levels. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റുകളും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവലുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിലാവുമ്പോൾ നമ്മൾ മോണിറ്ററൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്രയും മതിയെന്ന്. റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്വാസത്തിന്റെ നിരക്കില്ലേ, ശ്വാസോച്ഛ്വാസത്തിന്റെ നിരക്ക്. ഇത്രയും പോലെ ഇന്ന് അധികമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നും.
ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയൊരു ചാപ്റ്റർ എടുത്തു, വെന്റിലേറ്റർ അല്ലെ. നമ്മൾക്ക് അധികം ആരും അങ്ങനെ കയറാൻ പറ്റാത്തൊരു മീൻസ് നമ്മൾക്ക് അങ്ങനെ കയറി കണ്ടിട്ടില്ലാത്തൊരു ഇതാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ട് എടുത്ത പേഷ്യൻസ് ആണ് അല്ലെ, കുറച്ച് സങ്കടകരമായിട്ടുള്ള കാര്യമാണ് വെന്റിലേറ്ററിൽ കിടക്കുക എന്നൊക്കെ പറയുന്ന അല്ലെ, മീൻസ് ബൈസ്റ്റാൻഡറിന്റെ ആയാലും അവസ്ഥ അല്ലെ. അപ്പോ ഏകദേശം നമ്മളൊരു വെന്റിലേറ്റർ എന്താണെന്ന് ഇപ്പൊ പഠിച്ചു അല്ലെ. ഇനി ഒന്നും അറിയാത്തവരാരെങ്കിലും ആയിട്ടുണ്ടോ? ഇനി വെന്റിലേറ്ററിന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പൊ നിങ്ങള് ഇങ്ങനെ പഠിക്കണമെന്നെല്ലാം അറിയാലോ. നിങ്ങളുടെ റിലേറ്റീവ്സിനായാലും ഫ്രണ്ട്സിനായാലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു അത് പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് ഇപ്പൊ ഒരു വെന്റിലേറ്റർ, എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ സാധിക്കില്ലേ? സാധിക്കുമോ പറയാൻ? ഇത് റെസ്പോൺസ് ഒന്നും ഇല്ലാലോ. പറഞ്ഞോളൂ. പിക്ചർ ഒന്നുകൂടെ ഒന്ന് കാണിക്കാമോ? പിക്ചർ ഓക്കെ. പിക്ചർ പ്രസന്റേഷൻ എന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ആദ്യം കാണിക്കാം കേട്ടോ. പിക്ചർ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അത് നെക്സ്റ്റ് ക്ലാസ്സിലെ ഒന്നുകൂടി കാണിക്കാം പിക്ചർ. ഓക്കെ ഓക്കെ മാം. ഏകദേശം കുഴപ്പമില്ലല്ലോ. വെന്റിലേറ്റർ ചെറിയൊരു ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് ചെറിയ ചാപ്റ്ററുകൾ ടീച്ചർ പെട്ടെന്ന് എടുത്തു പോണേണ്. കാരണം അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് ഒരു ചാപ്റ്റർ കഴിയും. ഇത്രയേ ഉള്ളൂ, കുഞ്ഞു ചാപ്റ്റർ ആണ്. എടുത്തെത്ര നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആണോ എല്ലാവർക്കും? അതെ, കുഴപ്പമില്ലല്ലോ. അത്യാവശ്യം നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ പിക്ചറുകൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾക്ക് അറിയാത്ത കുറച്ച് വേർഡ്സുകളൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ചെറിയ കുഞ്ഞു നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. വെറുതെ എഴുതിയതല്ല, എന്ത് ചെയ്യാ, പഠിക്കുക. ഓക്കെ, നോട്ട് ചെയ്തിട്ടില്ലേ നമ്മള്? ഇപ്പോ ARDS, COPD, പിന്നെ എന്താണ് മൈസ്തേനിയ ഗ്രാവിസ്, ഇതൊക്കെ നമുക്ക് അറിയാത്ത കാര്യങ്ങളായിരുന്നു അല്ലെ. ആദ്യമായിട്ട് കേൾക്കുന്നതല്ലേ നിങ്ങൾ ഇതൊക്കെ? ആണോ? അല്ലെ? പക്ഷെ സംഭവം മനസ്സിലാക്കി കഴിഞ്ഞപ്പോ എളുപ്പമാണ്. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഇല്ലേ? അങ്ങനെ വിചാരിച്ചോ? കാരണം പേര് കേൾക്കുമ്പോൾ അല്ലെ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ നമുക്ക് തോന്നും. ഒരു പറയാനും ഒരു സുഖമില്ല അല്ലെ, അങ്ങനത്തെ ഒരു പേരുകളാണ്. പക്ഷെ നമ്മൾ മെഡിക്കൽ ടേമുകളാണ്. നമ്മൾ ഇനി ഓരോരോ മെഡിക്കൽ ടേമുകൾ പഠിക്കാൻ പോണേന്ന് അല്ലെ. നമ്മൾ ഒരുവിധം ഹോസ്പിറ്റലിനുള്ളില് നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു BSc നഴ്സോ അല്ലെങ്കിൽ ANM GNM പുറമെ അവരേലും കൂടുതൽ ഒരു എന്താ പറയാ, ഒരു ഹോസ്പിറ്റലിനുള്ളിൽ നിന്ന് വരുന്ന പുറത്തേക്ക് എല്ലാ സെക്ഷനുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ഇല്ലേ? പഠിക്കണില്ലേ? അപ്പൊ കാരണം ഒരു എങ്ങനെയാണ് ഒരു എത്രത്തോളം ഒരു നഴ്സ് അവര് പഠിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഏകദേശം നമ്മളും ആ ഒരു ലെവലിൽ ഏകദേശം ഒരു ഔട്ട്ലൈൻ വെച്ചെങ്കിലും നമ്മൾ പഠിക്കുന്നുണ്ട് എല്ലാ സെക്ഷനുകളെ പറ്റി ഇല്ലേ? ഓക്കെ, ആ നോട്ട്സ് ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ എക്സാം ഞാൻ ഇന്ന് പറഞ്ഞായിരുന്നു നിങ്ങളോട്, എക്സാം ഇടാം കേട്ടോ, വിഷമിക്കണ്ട, എക്സാം ഒക്കെ ഇടാം. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന്റെ എഴുതിക്കോളൂ, എക്സാം ഞാൻ പറയാം കേട്ടോ. ഞാൻ നാളെ ഒന്ന് കൺഫേം ചെയ്തിട്ട് നെക്സ്റ്റ് വീക്ക് ഇടാം പോരെ? ഫുൾ ഫോം മാത്രം ചെയ്യാം മതിയോ? ഓക്കെ, ഉണ്ടോ? ക്ലാസ്സുകളൊക്കെ ഓക്കെ ആണോ? എല്ലാം മനസ്സിലാകുന്നുണ്ടോ? അല്ലെ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇന്ന് നിർമ്മല മാം ഉണ്ടോ? നിർമ്മല മാം ലീവാണ്. നിർമ്മല മാം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, അപ്പോൾ കുറച്ച് റെസ്റ്റിലാണ് ആള്. സോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ടല്ലോ ക്ലാസ്? അതെ, ഇന്ന് ഇംഗ്ലീഷ് ആണ്. ഓക്കെ, ലീവിലാണ്. അപ്പൊ കുറച്ച് ദിവസം റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആള് വരുവുള്ളൂ കേട്ടോ. എന്താ പറ്റിയ പനിയാ? പനി ഇപ്പൊ എല്ലാവർക്കും ഉണ്ടല്ലോ, പനിയുടെ ഒരു സീസൺ തന്നെയല്ലേ ഇപ്പോ. കുട്ടികൾക്കും എല്ലാവർക്കും പനി കാര്യങ്ങളൊക്കെയാണ്. സോ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വരുവുള്ളൂ.
നമുക്ക് സ്ട്രെയിൻ ചെയ്യല്ലേ കുറച്ചും കൂടി. ഇന്ന് ക്ലാസ് ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇംഗ്ലീഷ് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ, ഉണ്ട് കേട്ടോ. നിർമ്മല മാം ഇല്ലല്ലോ മാം. ഇല്ല ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരിക്കാം. ഓക്കെ, വേറെ ടീച്ചറാ. അതെ കുഴപ്പമില്ല, എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ് ഒക്കെ കാണണ്ടേ? പക്ഷെ നിർമ്മല മാം നല്ല അടിപൊളിയായിരുന്നു. ഓക്കെ, എല്ലാവർക്കും നമുക്ക് എല്ലാവരും ഞങ്ങളും നിങ്ങളെ പോലെ തന്നെയല്ലേ അസുഖങ്ങളൊക്കെ വരാം. കണ്ടിന്യൂസ് ഞങ്ങൾ സ്ട്രെയിൻ ചെയ്ത് തന്നെ ക്ലാസ് എടുക്കുന്നവരാണ് അല്ലേ? അപ്പൊ അതെല്ലാം തരണം ചെയ്തിട്ട് തന്നെയാണ് കുറെ ക്ലാസ് എടുക്കുന്നത്. നമ്മൾ കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ക്ലാസ് ഇപ്പോ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു മാം.